സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള 5 പ്രോഡക്ട്സ്, ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള 5 പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ മോസ്റ്റ് പോപ്പുലർ എന്ത് ഉദ്ദേശത്തിലാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂ ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ചാനലിൽ അത്യാവശ്യം കുറേ തവണ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ 5 പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെഷീനെ കുറിച്ചിട്ടാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്, നല്ലതാണോ, എത്ര കാലമായി ഉപയോഗിക്കണം, അങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു തവണ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട് അത് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത് സിംഗിൾ, പണ്ടത്തെ മെഷീൻ ബ്രോക്കൻ ആക്കി. ഓക്കെ, അപ്പം അത് പക്ഷെ എൻ്റെ മെഷീനാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളത് ഗോവയിലത്തെ വീട്ടിലുള്ള മെഷീനല്ലേ, അത് ഇമ്മക്കുട്ടിയല്ലേ കേട് വരുത്തിയത്. അതാണ് പറയുന്നത്. ഇപ്പോഴും നല്ല ഓർമ്മയാണ്, അതുകൊണ്ട് ഈ മെഷീൻ തൊടുകയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത് സിംഗർ ഫാഷൻ മേക്കർ 8280. ഇത് ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി മേടിച്ചിട്ട്. അമ്മയ്ക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ മുക്കുട്ടി ഉണ്ടായ ആ സമയത്താണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ തൊട്ടേ അമ്മ ഉപയോഗിക്കുന്നുണ്ട്. ഞാനാണ് ഫുൾ ഓൺ ഡ്രസ്സസൊക്കെ തുന്നാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ആ സമയത്ത് മേടിച്ച ആ സമയത്താണ് എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ കല്യാണം. ആ സമയത്ത് കുറേ ഉടുപ്പുകൾ തുന്നിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് ആണെങ്കിലും ഇമ്മക്കുട്ടിയുടെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് ആണെങ്കിലും, ഗുരുവായൂർ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ്, ഇമ്മക്കുട്ടിയുടെ ഡ്രസ്സ്, റിസപ്ഷന് വേണ്ടിയിട്ടുള്ളത്, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത്, ഇതെല്ലാം ഞാനാണ് കേട്ടോ തുന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ തുന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ കുറേ എണ്ണം തുന്നിയിട്ടില്ലേ, അത് കൂടാണ്ട് അമ്മ റെഗുലർ ബേസിസിൽ ഉപയോഗിക്കണതാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സൈഡ് കീറിയതും അതൊക്കെ തുന്നാനും. അത് കൂടാണ്ട് അമ്മ ഒരിടയ്ക്ക് ചുരിദാറൊക്കെ തുന്നിയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ചുരിദാർ തുന്നേണ്ട ആവശ്യമില്ലല്ലോ, അമ്മ ഇപ്പോൾ റെഡിമെയ്ഡാണ് എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം 5 വർഷം ഉപയോഗിച്ചിടത്തോളം വളരെ നല്ല മെഷീനാണ്. ടച്ച് ബോർഡ് ദൈവമേ കേടുവരരുത്. ഞാനിങ്ങനെ ചിലപ്പോൾ ഒരു കുഴപ്പമില്ല, അടിപൊളി സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ കേടുവരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് മെഷീൻ. 5 വർഷമായിട്ടും നമുക്ക് ഇതുവരെ ഒരു റിപ്പയറിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാൻ അവിടെ ഗോവയിൽ ഉപയോഗിച്ചിരുന്ന മെഷീനും സിംഗറിൻ്റെ ആയിരുന്നു. പിന്നീട് നമ്മൾ അത് കേട് വന്നിട്ട് പിന്നെ നന്നാക്കാൻ പറ്റിയില്ല ആ സമയത്ത്, കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കേട്ടോ. അതല്ലെങ്കിൽ നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഗോവയിലൊക്കെ ഒരു സാധനം നന്നാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പാടല്ല. നമ്മുടെ നാട്ടിൽ കുറേ കൂടി ആക്സസിബിൾ ആണല്ലോ എല്ലാം. ഗോവയിൽ എങ്ങനെയാ വെച്ചാൽ നമുക്ക് കുറേ ദൂരം പോകണം അതിൻ്റെ ഓരോ സർവീസ് സെൻറ്ററിൽ, പിന്നെ കിട്ടാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് മെനക്കെട്ടില്ല. പകരം ഉഷയുടെ മെഷീനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതുവരെയും പ്രശ്നമൊന്നും വന്നിട്ടില്ല. നമ്മൾ ഗോവയിൽ ഉപയോഗിച്ചിട്ടുള്ള സിംഗറിൻ്റെ മെഷീൻ ഉണ്ടല്ലോ, അത് കേട് വന്നതൊരു 6 വർഷം ആ ഒരു സമയത്ത്, 6-7 വർഷം ആ ഒരു സമയത്താണ് കേട്ടോ കേട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് സാധാരണ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം, അങ്ങനത്തതുണ്ട്. അത് കൂടാണ്ട് ഇതിൽ നമുക്ക് ത്രെഡ്സ് ഒക്കെ മാറ്റാൻ പറ്റും. അതായത് ഇന്റർലോക്ക് ചെയ്യാനും ഔട്ടർ ലോക്ക് ചെയ്യാനും ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കൂടാണ്ട് ചിലർ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ, അത് കൂടാണ്ട് ചിലർ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ബട്ടൺസ് വെക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ മെഷീനിലൊക്കെ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് എല്ലാതും തന്നെ ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി കെട്ടിടാനുള്ളത്, ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ബൾബ് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കത്തും LED ബൾബ് ഉണ്ടാവും. അത് വൈറ്റ് ബൾബാണുള്ളത്. പണ്ടൊക്കെ മെഷീൻ ഒരു യെല്ലോ ബൾബാണ് വരാറുള്ളത്, പെട്ടെന്ന് ചീത്തയാവുമായിരുന്നു. ഇത് പക്ഷേ അങ്ങനെ പ്രശ്നമില്ല, എൻ്റെ മുഖത്തേക്ക് വെയിലടിക്കണല്ലേ. ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മെഷീനാണ്. ഇത് നമ്മൾ മേടിക്കുന്ന സമയത്ത് ശരിക്കും 10,000 രൂപയുടെ മെഷീനായിരുന്നു അന്ന്. പക്ഷേ ഒരു സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അച്ഛനോട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്തത്. അപ്പോൾ 8,000 രൂപയ്ക്കാണ് നമ്മളിത് മേടിക്കേണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 12,000 രൂപ. സ്റ്റിൽ ഇതൊരു ബേസ് മോഡലാണ് കേട്ടോ. അതായത് നമ്മുടെ സിംഗറിൻ്റെ ഒക്കെ ഒരു മെഷീൻ നോക്കുകയാണെങ്കിൽ ഒരു 10,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇങ്ങനത്തെ മെഷീന്. വേറൊരു ടൈപ്പ് മെഷീൻ ഉണ്ട്, ഭയങ്കര കുഞ്ഞി പീക്കിരി മെഷീൻ ഉണ്ടാവില്ല, ഇത്ര പോകുന്നത് എത്ര രൂപ, 1000 രൂപയ്ക്ക് മേടിക്കുന്നത്. അത് നമ്മൾ മേടിച്ച് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അത് മേടിക്കേണ്ട കേട്ടോ. അത് പൊട്ടയാ, വെറുതെ നമ്മുടെ 1000 രൂപ പോകുന്നുള്ളതല്ലാണ്ട് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മേടിക്കാണ്ടിരിക്കുക എന്നുള്ളത്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് എന്ന് വെച്ചാൽ മോട്ടറാണ്. മറ്റ് ചവിട്ടി തുന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ലോ, നല്ല ബുദ്ധിമുട്ടല്ല. ഇതാകുമ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ധാരാളമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചൊക്കെ തുന്നി വരുമ്പോൾ, നന്നായി വരുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് നമ്മൾ പിന്നീട് കൂടുതൽ പഠിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. നമുക്ക് ആദ്യമൊക്കെ മടി തോന്നുമെങ്കിലും നമ്മൾ തന്നെ തുന്നി നമ്മൾ തന്നെ ഇടുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഭംഗിയുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് പതിയെ ഇൻട്രസ്റ്റ് വരും കേട്ടോ. പക്ഷെ നല്ലൊരു ബേസിക് ടേസ്റ്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സും നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും
പിന്നെ എല്ലാ ഡ്രസ്സും നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ, ഓരോ തവണ ഷേപ്പ് ചെയ്യാനും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ദി ബെസ്റ്റ് ആണ് കേട്ടോ. ശരിയാണ്, ഒരു മെഷീന് വേണ്ടിയിട്ട് ഒട്ടും തുന്നാനൊന്നും അറിയാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെ ഇത്രയും രൂപ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് തോന്നുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നല്ലോണം തുന്നിയിട്ടുണ്ട് ഇത് വെച്ചിട്ട്, എനിക്ക് നല്ലോണം ഇഷ്ടമാണ്. നല്ലൊരു മെഷീനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ഇടാം, മുകളിൽ കാർട്ടിലിടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 5 വർഷത്തോളം ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഷീൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ലോക്ക്ഡൗൺ സമയത്തായപ്പോൾ പലപ്പോഴും തുന്നാനൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ പോയി വരാനുള്ള സമയവും അതൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൈഡ് അടിക്കാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ മെഷീൻ മേടിക്കണം എന്ന് പറഞ്ഞിട്ടേ, അങ്ങനെയാണെങ്കിൽ ഇത് മേടിച്ചോളൂ, നല്ലതാണ്. ഇത് ഒരു ബേസ് മോഡൽ തന്നെയാണ്. അതിൻ്റെ എക്സാക്ട് വില എന്ന് പറയുന്നത് 11,063 രൂപ. ശരിക്കും 11,000 റുപ്പീസാണ്. ശരിക്കുള്ള വില എന്ന് പറയുന്നത് 13,000 സംതിങ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന്. ഇതേപോലെയല്ല, കാണാനുള്ള ലുക്കിലും അങ്ങനെയൊക്കെയാണ് മാറ്റങ്ങളുള്ളത്. അതേപോലെ തന്നെ പേരിലും ചെറിയ മാറ്റമുണ്ട്. ഫാഷൻ മേക്കർ എന്നുള്ള ടേം ഇല്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ 8280 മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവണമെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വല്ല അന്ന് മേടിക്കുമ്പോൾ 10,000 രൂപയാണ്, ഇപ്പോൾ 11,000 രൂപ, 1000 രൂപയോളം കൂടിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്കിങ്ങനെ വലിയ സെയിലൊക്കെ വരുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഡിസ്കൗണ്ടിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് കടയിലും പോയി ഒന്ന് നോക്കി നോക്കൂ. മേടിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ മേടിക്കണേക്കാട്ടിന് മുന്നേ എപ്പോഴും ഒന്ന് കടയിലും പോയി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ശരിക്കും കാണാൻ പറ്റുമല്ലോ എങ്ങനെയുണ്ട്. വേണമെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ചിലപ്പോൾ സമ്മതിച്ചു എന്നും വരും. അപ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഒരു കംഫർട്ട് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ മേടിക്കണമെങ്കിൽ കടയിലൊന്ന് പോയി നോക്കൂ. എന്നിട്ട് അവിടുത്തെ വില ചോദിക്കൂ. ചിലപ്പോൾ കടയിൽ വില കുറവുണ്ടാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് മേടിക്കൂ കേട്ടോ. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് മാത്രമല്ല നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാവും നമ്മൾ മേടിക്കേണ്ടാവുക. അപ്പം നല്ലോണം റിസർച്ച് ചെയ്തിട്ട് തന്നെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആസ് സച്ച് എൻ്റെ ഒരു അനുഭവം, എൻ്റെ അമ്മയുടെ ഒരു അനുഭവം നോക്കുകയാണെങ്കിൽ നല്ലൊരു മെഷീൻ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ കൂടെ ഞാനൊരു 5 സാരിയുടെ അരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നൂല് പൊട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ആകെ ഇത് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്ക്, മാസത്തിലൊരിക്കൽ അങ്ങനെ ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതുണ്ട്. വേറെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇതിൽ ചെയ്യാനില്ല കേട്ടോ. എന്തായാലും നല്ലൊരു മെഷീനാണ്. അടുത്തത് ഒരു സ്റ്റീമറാണ് കേട്ടോ. നമ്മൾ അയൺ ബോക്സ് കൊണ്ട് തേക്കില്ലേ, റോബോട്ടാണ്, റോബോട്ടാണെന്നാണ് ഇമ്മക്കുട്ടി പറയണത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ അയൺ ബോക്സ് വെച്ച് തേക്കില്ലേ, തേക്കാന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും ഇപ്പോൾ നമുക്കത് കോമഡി ആയിട്ട് തോന്നണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ അർത്ഥം തന്നെ മാറി തുടങ്ങിയില്ല എല്ലാവരും ഇങ്ങനെ ആ പദം ഉപയോഗിച്ചിട്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല, അതന്നെ പറയണല്ലോ, തേക്കണേന് തേക്കാന്നുള്ളതല്ലാണ്ട് ഇപ്പം എന്താ വേറെ പറയാം അല്ലേ. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് പറയണത്, റോബോട്ട്. അപ്പോൾ ഇത് സ്റ്റീം വരും, സ്റ്റീം വെച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ ഫാബ്രിക്സിൽ ഉപയോഗിച്ച് നോക്കി. കോട്ടണിൽ ഇത് അടിപൊളിയായിട്ട് വർക്കാവില്ല, നന്നാവില്ല കേട്ടോ. കോട്ടണിലൊക്കെ ആ ഒരു അടിപൊളി ആയിട്ട് ഇങ്ങനെ തേച്ച് ആ ഒരു ലുക്ക് വരണമെങ്കിൽ, നല്ല സ്റ്റിഫായിട്ടുള്ള ചുളിവൊന്നും ഇല്ലാത്ത ലുക്ക് വരണമെങ്കിൽ നമുക്ക് അയൺ ബോക്സ് വെച്ച് തന്നെ തേക്കേണ്ടി വരും. ഇത് വെച്ചിട്ട് വലിയ ഗുണം കാണാനില്ല. പിന്നെ ഞാൻ പോളിസ്റ്റർ മിക്സ് ഉള്ളത്, അതായത് ഈ ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ആണെങ്കിൽ അധികം ചുളിവൊന്നും വരില്ലല്ലോ. ചെറിയ ചുളിവുകളൊക്കെ അല്ലേ അവിടെ എവിടെ ഉണ്ടാവുള്ളൂ പോളിസ്റ്റർ മിക്സും അല്ലെങ്കിൽ പോളിസ്റ്റർ മെറ്റീരിയലിനൊക്കെ. അങ്ങനത്തതൊക്കെ വർക്കാവും. പിന്നെ തേക്കാനും നല്ല എളുപ്പമുണ്ട്. ജസ്റ്റ് ഹാങ്ങറിൽ എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ട് നമ്മൾക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലഗ് ഉണ്ട്, പ്ലഗ് കുത്തി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. മാക്സിമം എത്ര വെള്ളം വരെ ആവാന്നുള്ളത് ഇതിലുണ്ട്. എന്നിട്ട് ഇതിന്ന് ഇങ്ങനെ സ്റ്റീം വരും. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഫ്യൂ സെക്കൻഡ്സ്, മേ ബി ലൈക്ക് മാക്സിമം 1 മിനിറ്റ്, അത്ര തന്നെ വേണ്ട. അപ്പോഴേക്കും ഇതിന്ന് സ്റ്റീം വന്നു തുടങ്ങും. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ചുളിവ് മാറും. എങ്ങനത്തെ ഫാബ്രിക്സ് ആണെങ്കിൽ ഈ പോളിസ്റ്റർ, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഭയങ്കര കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് അങ്ങനത്തേനൊന്നും ചുളിവ് മാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും 3,000 ഒക്കെ ഉണ്ടാവും. ഞാൻ കുറച്ച് നാൾ മുമ്പ് മേടിച്ചതാട്ടോ. ഒരു രണ്ടും അല്ല കേട്ടോ, ആ അത്ര തന്നെ ആയിട്ടുണ്ടാവും. തൃശ്ശൂർ വന്നിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിവിടെ തേക്കാൻ കുറേ സാധനങ്ങൾ തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് കൊടുത്ത് തേക്കാൻ ബുദ്ധിമുട്ട്. ഗോവയിലാണെങ്കിൽ കുറേ കൂടി എളുപ്പം, നമുക്ക് ക്യാമ്പസിനകത്ത് തന്നെ ഒരാളുണ്ട് തേക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് കിട്ടും, ഇന്ന് കൊടുക്കുകയാണെങ്കിൽ നാളെ കിട്ടും, ആ രീതിയിലാണ്. ഇവിടെ തൃശ്ശൂർ കൊടുക്കുമ്പോൾ ഒരുപാട് വൈകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ തേക്കാൻ വിചാരിച്ചിട്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കോട്ടൺ ഫാബ്രിക്സിനൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,299 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ഒബ്വിയസ്ലി ഞാൻ മേടിക്കുന്ന സമയത്ത് ഇത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ മേടിക്കില്ല, ഒരു 2,000 റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ
എപ്പോഴും നോക്കൂട്ടോ സെയിലിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എന്താ ചോദിച്ചാൽ എപ്പോഴും വേണ്ടതൊക്കെ ഞാൻ കാർട്ടിലെടുത്തിടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും വില കുറവുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലോണം ആവശ്യമുള്ള സാധനം ആണെങ്കിൽ പോലും ഞാനങ്ങനെ നോക്കിയിട്ടിട്ട് ഇങ്ങനെ കാർട്ടിലിട്ടിട്ട് അതിൻ്റെ വില കുറയണമെന്ന് കാണുമ്പോഴാണ് മേടിക്കുക. ഒരു മനസ്സുഖം. നമുക്കിങ്ങനെ വില കുറവിൽ മേടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിലും നമുക്ക് അതാണല്ലോ നല്ലത്, വില കുറവിന് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, അങ്ങനെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2000 റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ കൂടെ വെള്ളം ഒഴിക്കുക. മാക്സിമം എത്ര വേണമെന്നുള്ളതുണ്ട്. അപ്പം ഇങ്ങനെ അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അയൺ ബോക്സ് പോലെ കഷ്ടപ്പെട്ട് നമുക്കിത് എടുത്ത് ഇങ്ങനെ തേക്കേണ്ട അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഇത് എവിടെയെങ്കിലും ഹാങ്ങറിൽ ഇട്ടിട്ട്, ക്ലോത്ത് എവിടെയെങ്കിലും ഹാങ്ങറിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കാം. രസം കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ അത്ര കനം പറയാനുള്ളതില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു 5-6 ഡ്രസ്സൊക്കെ തേച്ചാൽ നമ്മുടെ കൈ കളയ്ക്കും കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം തീരും. ഒരു 6-8 ഫാബ്രിക്സ് അല്ലെങ്കിൽ തുണികളൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം തീരും. അപ്പോൾ ആദ്യം എടുക്കേണ്ടി വരും. അത്രയ്ക്കുള്ളതൊന്നും ഞാൻ ഇതുവരെയും തേച്ചിട്ടില്ല കേട്ടോ. ശരിക്ക് ഇതുകൊണ്ട് ഈ ഒരു വിലയുടെ ഒരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സെലക്റ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് മാത്രമേ നമുക്ക് തേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മേടിക്കുക, എന്നിട്ട് ഇത് മാറ്റി വെക്കുക, എന്നിട്ട് കോട്ടൺ വരുമ്പോൾ മറ്റതെടുത്ത് അയൺ ചെയ്യുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വീട്ടിൽ കുമിഞ്ഞുകൂടില്ല. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. വെച്ചാൽ ഞാൻ വിചാരിച്ചത് കോട്ടനും അത്യാവശ്യത്തിനൊക്കെ ആവും. ഞാൻ റിവ്യൂ നോക്കുമ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് കോട്ടനും അത്യാവശ്യത്തിനാവുന്നുണ്ട്. പക്ഷെ ഞാൻ കുറേ നോക്കി കേട്ടോ. കോട്ടൺ ഒന്നും ആവണമെന്നില്ല, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ബാക്കി ഇങ്ങനത്തെ പോളിസ്റ്റർ മിക്സ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നോക്കൂ അങ്ങനത്തെ പോളിസ്റ്റർ മിക്സ് തേച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മതി. ഇങ്ങനെ ഒരു സ്റ്റീമർ നോക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഉഷയുടെയാണ് കേട്ടോ. ഫിലിപ്സിൻ്റെ ഒക്കെ ഉണ്ട്, അത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. ഞാൻ 12,000 കണ്ടായിരുന്നു, 10,000 കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊക്കെ കുറേ കൂടി ചെയ്യുമായിരിക്കും. പക്ഷേ നമുക്ക് അത്രേൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇത് മേടിച്ചത്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണേക്കാട്ടിനും മുന്നേ ഈ ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടിട്ടല്ല, അവിടെ ഇട്ടിട്ട്. പിന്നെ കൈയൊന്നും ഇങ്ങനെ കാണിക്കരുത് കേട്ടോ സ്റ്റീം വരുമ്പോൾ. കാരണം ആവിയാണ്, ആവിയിൽ കൈ പൊള്ളിയാലുള്ള വേദന എന്ന് പറയുന്നത് ചില്ലറയല്ല, ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇത് നോക്കുക, നമുക്ക് അത്രയും ആവശ്യമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പ്ലസ് ഇങ്ങനത്തെ നെഗറ്റീവ്സും ഉണ്ട്. കോട്ടൺ ഫാബ്രിക് ഒന്നും പറ്റില്ല, കട്ടിയുള്ള ഫാബ്രിക്സ് ഒന്നും അങ്ങനെ ചുളിവ് പോവില്ല. ഭയങ്കര ചുളിവുള്ളതാണെങ്കിലും അങ്ങനെ പോയിന്ന് വരില്ല. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മൂന്നാമത്തേന്ന് പറയുന്നത് എനിക്ക് എടുത്ത് കാണിക്കാൻ നിവർത്തില്ല, പക്ഷെ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു ടേബിളാണ് കേട്ടോ. ഇത് ഞാൻ സൂയിങ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് മുകളിൽ. കാരണം താഴെ എനിക്ക് എപ്പോഴും പോയി തുന്നാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സൗകര്യമില്ല, താഴെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മേടിച്ചതാണ്. ഈ ടേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കാൻ പറ്റും. അപ്പോൾ ഈ ടേബിളിന് 3 സൈഡിൽ കാലുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെയാണ് ഉള്ളത്. അത് വേണമെങ്കിൽ മടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് എന്താ കാണിക്കുന്നത്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ബോക്സിൻ്റെ വീതി എന്ന് പറയണത്. ഇത്ര എന്നിട്ട് അതിങ്ങനെ ഉണ്ടായിരുന്നു നീളത്തിൽ, ഇതിൻ്റെ വലിപ്പത്തിൽ. എന്നിട്ട് നമുക്കിത് അസംബിൾ ചെയ്യാൻ ഭയങ്കര എളുപ്പം, ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്താണെങ്കിൽ കൂടിയും ഇത് എടുത്ത് വെക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ഥലം മുടക്കിയാവില്ല. ഇതൊരു 2500 to 2800 റേഞ്ചിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുവരെയും. ഇങ്ങനെ പ്രൈസ് മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് മടക്കി എടുത്തു വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം, കാറിലിട്ട് കൊണ്ടുപോകാലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ മേടിക്കേണ്ടായത്. പിന്നെ ഇതിൻ്റെ മെയിൻ ടേബിളിൻ്റെ മേൾവശം എന്ന് പറയുന്നത് വുഡിൻ്റെയാണ്. കുഴപ്പമില്ല, സൂയിങ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ മേക്കപ്പ് സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേബിളാണ്. കാലെന്ന് പറയുന്നത് ഇരുമ്പിൻ്റെയാണ്. അപ്പോൾ ഒട്ടും അങ്ങനെ ഇങ്ങനെ നീങ്ങിയിട്ട് അങ്ങനെ ഒട്ടും ഫ്ലിംസി അല്ല, നല്ല സ്റ്റേബിളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അതിൽ മോശമൊന്നുമില്ല. അതിനെക്കാട്ടും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. നമുക്ക് റൂമിൽ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ക്ലാസ് ലുക്ക് ഉണ്ട് കാണാനായിട്ട്. ഇത് 2-3 കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഒരു പക്ക വുഡിൻ്റെ ഷെയ്ഡ്, കുറച്ച് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്, അങ്ങനെ 2-3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്നു. ഇതിൻ്റെ റിവ്യൂ എന്ന് പറയണത്, ഇതിന് നല്ലൊരു റിവ്യൂസ് ഉണ്ട് കേട്ടോ. 500-ന് മീതെ റിവ്യൂസ് ഉണ്ട്. 4.5 സ്റ്റാർസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചതിന് എല്ലാത്തിനും നല്ല റിവ്യൂസ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ പക്ഷേ ഞാൻ ഇതിൽ കുറച്ചധികം നെഗറ്റീവ്സ് കണ്ടു. വേഴ്സ്റ്റ് കസ്റ്റമർ സർവീസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. അസംബിൾ ചെയ്യാൻ ആരും വന്നില്ല. പക്ഷേ ഇതെനിക്ക് അറിയില്ല കേട്ടോ. അസംബിൾ ചെയ്യേണ്ട, നമുക്ക് തന്നെ അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ ഒരാളുടെ ഹെൽപ്പ് ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് കിട്ടി, അത് എഴുതിയിട്ടുണ്ട്, ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ട് കേട്ടോ. അമ്മ കാണിച്ചു കൊടുക്കാടാ.
ഞാൻ ഇവിടെ പിക്ചർ ഇടാം കേട്ടോ അതിൻ്റെ. ചിലപ്പോൾ ലോക്കൽ സ്റ്റോറിൽ നമുക്ക് ഇതിനെക്കാട്ടിലും നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ. അത് പണിയിക്കുകയാണെങ്കിലും ചിലപ്പോൾ ഇതിനെക്കാട്ടിലും വിലക്കുറവിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കൂ. ഇതെന്തായാലും നല്ല മോഡലാണ്, അതാണ് ഞാൻ മെയിനായിട്ട് കാണിച്ചു തരാൻ കാരണം. നാലാമത്തെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെയറില്ലേ, അതാണ്. ഇതുകൊണ്ട് മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹെയർ സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയറിലിരിക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ എണീറ്റ് തിരിഞ്ഞു വന്നിരിക്കണം. അപ്പോൾ ആ ചാരി ഇരിക്കുന്ന ആ സാധനം ഉണ്ടാവുമല്ലോ, അത് കാരണം ബാക്ക് ശരിക്കും കാണാൻ പറ്റിയെന്ന് വരില്ല, മുടി കെട്ടണതിൻ്റെ ബാക്ക് ശരിക്കും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ റീലൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ഇരുന്നിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഔട്ട്ഫിറ്റിൻ്റെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിയാനായിട്ട് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. അതല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കറങ്ങണ ചെയർ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ട് സ്ഥലത്ത് ജസ്റ്റ് ഇടണമെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി റൂമിൽ ഇടണമെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷെ ഇത് കുറേ നേരത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമുക്ക് വർക്ക് സ്പേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തുന്നണ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നന്നല്ല കേട്ടോ. കാരണം ബാക്ക് സപ്പോർട്ട് ഇല്ലാത്ത കാരണം അത് നന്നാവില്ല, നടുവിനൊന്നും അത്ര നല്ലതല്ല. ഞാനിപ്പോൾ എന്തായാലും തുന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഇതിൽ തന്നെയാണ് ഇരിക്കണത്. പക്ഷെ അത് ലോങ് റണ്ണിലേക്ക് നല്ലതല്ല. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കിലേക്കൊന്നും ഇല്ലാത്ത കാരണം കാണാനും കുറെ കൂടി നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ കറങ്ങണ ചെയർ വേറെ ഒരെണ്ണം കുറച്ച് ബാക്ക് സപ്പോർട്ട് ഉള്ളത്, അത് 2000 രൂപയുടെ നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊട്ടും നന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇത് മേപ്പട്ടേക്ക് ആക്കാൻ, അതായത് ഉയരം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള സ്കോപ്പിൽ. ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പിടിച്ചിട്ട് നമുക്ക് ഉയരം കൂട്ടാനും, ഇത് ഏറ്റവും ഉയരത്തിലാണ് അല്ല, ഇനി എന്തോ പരിപാടി ഉണ്ട്, എനിക്കിത് അത്ര അറിയില്ല കേട്ടോ. പക്ഷെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. ജസ്റ്റ് നമുക്ക് വീണ്ടും ഒരു കോർണറിൽ വെക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനായിട്ട്, കോമ്പാക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഇമ്മക്കുട്ടിയുടെ കുഞ്ഞ് സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇമ്മക്കുട്ടിക്ക് ഒരു ടേബിൾ ചെയർ അങ്ങനെയായിട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് 500 രൂപയുടെ ലാപ്ടോപ്പ് ടേബിൾ ഇല്ലേ, ശരിക്കും ലാപ്ടോപ്പ് ടേബിളാണ്. നമ്മൾ ബെഡിലൊക്കെ ഇരുന്നിട്ടാണ് ലാപ്ടോപ്പ് വെച്ചിട്ട് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബെഡിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെഡിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ടേബിൾ വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആക്കാം, നമുക്ക് അതിൻ്റെ കാലും മേപ്പട്ടേക്ക് ആക്കാം, ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മീത് ബുക്സോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ബെഡിലിരുന്നിട്ട് എഴുതാനാണെങ്കിൽ ബുക്സ് വെക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ലാപ്ടോപ്പ് വെക്കാം. അതിൻ്റെ മീത് ഫുഡ് വെച്ച് കഴിക്കണവരുണ്ട്. അങ്ങനെ 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 നല്ലതാണ്. ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ്. എസ്പെഷ്യലി ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെ നല്ലത്. ഇമ്മക്കുട്ടിക്ക് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നിലത്തിരുന്നിട്ട് ഇതിൽ ബുക്സൊക്കെ വെച്ചിട്ട് എഴുതുകയാണ് ചെയ്യുക. അവളുടെ ഹൈറ്റിന് കറക്റ്റായിട്ടുണ്ട്. എഗെയിൻ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ലോങ് റണ്ണിലേക്ക് വേണ്ട. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്കല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേകം ടേബിളും ചെയറൊക്കെ മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഗോവയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. എനിക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം. ഏട്ടനും ഓൾറെഡി ഉണ്ട്, അതാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഞാനും ഏട്ടനും കൂടി മാറി മാറി ഉപയോഗിക്കുക ചെയ്യാം. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ മതിയാവും. പക്ഷെ എന്തായാലും ഇതുള്ള സ്ഥിതിക്ക് എന്തായാലും നമ്മൾ ഗോവയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാച്ചിട്ടാണ് കേട്ടോ. ഇത് നല്ലതാണ്, നല്ലൊരു ഓപ്ഷനാണ്, ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 500 റുപ്പീസിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്, അടിപൊളി. ഇതാണ് നമ്മുടെ 5 പ്രോഡക്ട്സ്. എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിലേതെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് കേട്ടോ. എസ്പെഷ്യലി മെഷീൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തോന്നിയിട്ടുള്ളത്, നല്ലതാണോ ചീത്തയാണോ എന്താ തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഭയങ്കര വെയിലല്ലേ, ഭയങ്കര വെയിൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.